ഇന്ത്യയിൽ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞ സാധനം ഇല്ലാതായി. അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ നെഹ്റുവിയൻ തോട്ട്സിലും നെഹ്റു പ്രധാനമന്ത്രിയായ ശേഷം കാണിച്ച ഭൂലോക മണ്ടത്തരം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ വിഭജനത്തിന് ശേഷം ഇന്ത്യയിലുണ്ടായിരുന്ന വലിയൊരു വിഭാഗം മുസ്ലിങ്ങൾ പാകിസ്ഥാനിലോട്ട് പോയി. അവിടെ ഈ വഖഫ് ബോർഡില്ല. ഈ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞ് ഈ മുസ്ലിംസിന് പാരമ്പര്യമായിട്ട് കിട്ടിയ ലാൻഡാണ് എന്നും പറഞ്ഞുള്ള വ്യാഖ്യാനത്തിൽ ലക്ഷക്കണക്കിന് ഏക്കറുകൾ ഇത് പൂർണ്ണമായിട്ട് ഈ ബോർഡേ ഇല്ലാതായി. അതിൻ്റെ മുകളിൽ പരിപൂർണമായിട്ട് ഗവൺമെൻറ്റിന് ഡിസ്പ്യൂട്ടബിൾ ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്നത് സുപ്രീം കോർട്ടിനും മുകളിലോട്ടുള്ള രീതിയിലോട്ടാണ് ഇത് ഓരോന്ന് പോയിക്കൊണ്ടിരുന്നത്. അതേപോലെയുള്ള നിയമങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കി ഇതിലേറ്റവും കൂടുതൽ ആശ്വാസം കിട്ടുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി. ഒരു കാര്യവുമില്ലാതെ ഒരു ബേസിക്കലി നോൺസെൻസ്, യൂസ്ലെസ് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം, മൾട്ടി പ്ലൂറൽ സൊസൈറ്റി, അതിനകത്ത് ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്ന സാധനം നിങ്ങളൊന്ന് വായിച്ചു നോക്കണേ ഈ സംഭവത്തെ പറ്റി. അതിനെ കേരളത്തിലെ ഈ മുസ്ലിം ലീഗ് ആണെങ്കിലും മറ്റുള്ള ഇസ്ലാമിക ഗ്രൂപ്പുകളാണെങ്കിൽ അതിൻ്റെ ഉസ്താദുമാരാണെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ചില E.T. മുഹമ്മദ് ബഷീർ, A.M. ഷാജി തുടങ്ങിയ നേതാക്കൾ, സമസ്ത നേതാക്കളും അവരൊക്കെ പറഞ്ഞ സംഭവങ്ങൾ നിങ്ങൾക്കറിയാം എന്തുമായിരുന്നു എന്ന്. ഇത് നടപടിയെടുക്കാൻ, ഈ ബില്ല് കൊണ്ടുവരാനും ഉറപ്പായിട്ടും മോദി നയിക്കുന്ന BJPക്ക് കഴിയുകയുള്ളൂ. പൂർണ്ണമായിട്ട് ഈ സാധനം ഡിസ്മാൻഡിൽ ചെയ്ത് കൈ കൊടുത്തു. ഇനി അവിടെ ഇവിടെയൊക്കെ ചെറിയ പവർ, അതിനും ഗവൺമെൻറ്റാണ് എല്ലാം തീരുമാനം. കലക്ടറാണ് മുഴുവനും, ഡിസ്ട്രിക്ട് കലക്ടറാണ്, എവിടെയാണ് പ്രോപ്പർട്ടി അതിൻ്റെ കലക്ടറിനാണ് അധികാരം. ഇനി ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്ത് മറ്റുള്ള ഗവൺമെൻറ് ചെയ്ത് വഖഫ് ബോർഡ് ഇനി പിരിച്ചുവിടും. അതിന് യാതൊരു സംഭവമില്ല, യാതൊരു ബലവും ഇല്ല. ഇത് വഖഫ് എന്ന് പറഞ്ഞ് വലിയ ഗവൺമെൻറ് ഓഫ് കേരള എന്ന് പറഞ്ഞ ബോർഡൊക്കെ വെച്ചോണ്ട് കുറച്ചവർക്ക് അതിൻ്റെ പേരിലുള്ള ഗെയിമും കളികളും മുഴുവനും രാജ്യസഭയിൽ ബില്ല് പാസ്സായി, ലോക്സഭയിലും പാസ്സാകും. ഇതോടുകൂടി സാധനം തൊലയേണ്ടത് ഈ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ആവശ്യമായിരുന്നു. കാരണം മുൻപ് ഇഷ്യൂ ആണെങ്കിലും മറ്റു പല സ്റ്റേറ്റുകളിൽ ഇഷ്യൂ ആണെങ്കിലും, കാരണം എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഇഷ്യൂ ആണിത്. എന്തൊക്കെയോ പേരിലുണ്ടാക്കിയെടുത്ത് ഇവിടുത്തെ കുറച്ച് പൊളിറ്റീഷ്യൻസും, പ്രത്യേകിച്ച് കോൺഗ്രസ് ആണ്, കോൺഗ്രസ് വലിയ കർണാടകയിൽ അവർ ആകപ്പെട്ടു പോയി. ഈ പാർലമെൻറ്റിൽ കാണിച്ച ഡ്രാമയൊക്കെ ഉള്ളൂ. ബേസിക്കലി കോൺഗ്രസ് നേതാക്കൾക്ക് പറയും ഇതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലോ സ്റ്റേറ്റിലോ. കാരണം അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സെറ്റ് ബാക്കാണ് ഈ സംഭവം. ഇതെങ്ങനെങ്കിലും തലേന്ന് പോകട്ടെ എന്ന് തന്നെ ആയിരുന്നു ഡൽഹിയിലുള്ള കോൺഗ്രസ് നേതാക്കളുടെ ഒരു തീരുമാനം. കാരണം ഇതൊരു തലേന്ന് പോകട്ടെ. ഈ പറയുന്ന കോൺഗ്രസിൻ്റെ ചില നേതാക്കൾക്ക് താല്പര്യം, ചില മുസ്ലിം ലീഡേഴ്സിന് താല്പര്യമുണ്ടെന്നല്ലാതെ ഈ കോൺഗ്രസ് പാർട്ടിയുടെ പല നേതാക്കൾക്കിറങ്ങി അവരുടെ തലയ്ക്കകത്ത് ഇവിടെ മോളി വെച്ചേക്കുന്ന വാളായത്. അത് സാധനമില്ലാതായിപ്പോയി. ഇനി അടുത്തൊരു സംഭവമുണ്ട് ഗവൺമെൻറ് ചെയ്യേണ്ടത്. അതായത് ഇവിടെ റിസർവേഷനുണ്ട്. അത് ഈ ബാക്ക്വേർഡ് ക്ലാസ്, അതായത് ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ട്രൈബ്സിൻ്റെ റിസർവേഷൻ നിലനിർത്തണം. അത് ആവശ്യമാണ് ഇന്ത്യയിൽ. അത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് അത് മാറ്റാൻ പറ്റുകയുള്ളൂ. പക്ഷേ ഗവൺമെൻറ് ചെയ്യേണ്ട ഏറ്റവും പരമപ്രധാനം എന്ന് പറയുന്നത് OBC. അതിനകത്ത് പ്രത്യേകിച്ചൊരു മൈനോറിറ്റി കമ്മ്യൂണിറ്റി. എൻ്റെ അഭിപ്രായത്തിൽ OBCയുടെ കംപ്ലീറ്റ് റിസർവേഷൻ എടുത്ത് കളയണം. അത് അത്യാവശ്യം. ഇതെടുത്ത് മാറ്റേണ്ട ആവശ്യമാണ്. ഇപ്പോൾ കേരളത്തിലാണെങ്കിലും പലയിടത്തും പലരും ജോലിക്ക് കയറിയേക്കുന്നത് ഈ OBC മുഖാന്തരമാണ് പല അഡ്മിഷൻ കിട്ടുന്നത്. മെറിറ്റ് കംപ്ലീറ്റ് അടിച്ചു മാറ്റുക. എന്നിട്ട് ഈ പറയുന്ന സംഭവങ്ങൾ അതിനകത്ത് കയറിയിട്ട് ഇന്ത്യക്കെതിരെയാണ് പ്രചാരണം നടക്കുന്നത്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ പോലും. അപ്പം അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന കേരളത്തിലെ പൊളിറ്റിക്കൽ പാർട്ടിയുണ്ട്. ഞാൻ വളരെ കൃത്യമായിട്ട് ഈ കാര്യം വളരെ പഠിച്ചിട്ടാണ് പറയുന്നത്. ഇതേപോലെ റിസർവേഷനിൽ കൂടെ ജോലി കിട്ടിയ ശേഷം ആൻറ്റി ഇന്ത്യ പ്രൊപ്പഗണ്ടയും ഇന്ത്യക്കെതിരെയും മതതീവ്രവാദികൾക്കെതിരെയും പ്രവർത്തിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇത്രയും കൂടിയത് കാരണം ഈ റിസർവേഷനാണ് ബേസിക്കലി. അതിൻ്റെ ആവശ്യം എന്തോ? അവൻ മിടുക്കരാണെങ്കിൽ പഠിച്ചവൻ ജോലി മേടിക്കട്ടെ. അഡ്മിഷൻ പോലും ഈ റിസർവേഷന് പെണ്ണുങ്ങൾക്ക് അഡ്മിഷൻ കൊടുക്കുക. എന്തിനാണ് ഈ മത തീവ്രവാദികൾക്കൊക്കെ അഡ്മിഷൻ കൊടുക്കുന്നത്? ഈ പലയിടത്തും അഡ്മിഷൻ കൊടുക്കുന്ന ഗവൺമെൻറ് ജോലി
ഈ റിസർവേഷൻ കൊടുക്കേണ്ട ആവശ്യം എന്തുവാ? ഉറപ്പായിട്ടും നരേന്ദ്രമോദി ഗവൺമെൻറ് ഇന്ത്യയിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ 100% യൂണിഫോം സിവിൽ ലോയ്ക്ക് ശേഷം ഉണ്ടാകാൻ പോകുന്ന മാറ്റം ഈ റിസർവേഷൻ്റെ ഈ സംഭവത്തിനകത്ത് OBC എന്ന് പറഞ്ഞ സാധനം ഇല്ലാതാക്കും. അത് ഏറ്റവും ആവശ്യമാണ്. കാരണം ഇതൊരു പരിധിക്കുള്ളിൽ പോകാൻ പറ്റത്തില്ല. അതായത് ഇന്ത്യ എല്ലാ രീതിയിലും നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കൂട്ടരായി മാറി. അവർക്ക് ഇന്നലെ ഗവൺമെൻറ് സർവീസ് ജോലി കൊടുത്തിരുത്തുന്നു. ഒരു ഓപ്പൺ മെറിറ്റിൽ പോകട്ടെ, അവർ ഓപ്പൺ മെറിറ്റിൽ ഫൈറ്റ് ചെയ്ത് പഠിച്ച് മനസ്സിലാക്കിയിട്ട് അവർക്ക് ജോലി കിട്ടട്ടെ. മറ്റുള്ള ഇതിൻ്റെ പേരിൽ ഓപ്പൺ മെറിറ്റുള്ള കഴിവുള്ള പല കുട്ടികൾക്കും പല കാൻഡിഡേറ്റ്സിനും ഇവിടെ ജോലി കിട്ടുന്നില്ല. ഈ ഒറ്റ കാരണം കൊണ്ട് പല കീ പോസ്റ്റിലോട്ട് കയറി പോവുക. അതിൻ്റെ ആവശ്യം എന്ത്? അതേപോലെ ചില കാര്യങ്ങളിൽ നിയന്ത്രണം കൊണ്ടുവരണം. അല്ലാതെ ഈ പറയുന്ന രീതിയിൽ ഗവൺമെൻറ് എല്ലാ കാര്യങ്ങളും മൈനോറിറ്റി സംഭവം അത് പൂർണ്ണമായിട്ട് തടയേണ്ടത് ആവശ്യമാണ്. ഇത്രയും സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷമായി, ഇത്രയും കാലം ഗവൺമെൻറ് എല്ലാ രീതിയിലും സഹായങ്ങളും അതും ഇതും എല്ലാം കൊടുത്തു. എന്തുകൊണ്ട് എക്കണോമിക് റിസർവേഷൻ ഉണ്ടാവുന്നില്ല? ഞാൻ ഈ പറയുന്ന SC ആൻഡ് ST മാറ്റി നിർത്തിയിട്ട് എക്കണോമിക് റിസർവേഷനിലോട്ട് കാര്യങ്ങൾ പോകണം. ആ രീതിയിൽ പോവുകയാണ് ഇന്ത്യയിൽ വലിയ മാറ്റം ഉണ്ടാകും. അതിൻ്റെ റീസൺ ഞാൻ പറയാം. ഇവിടെ പലതും ചെയ്തിട്ട് ഇവിടെ ഒരു ജോലിയും കിട്ടാതെ താല്പര്യമുള്ള പല ആൾക്കാർ പിന്നെ പോകുന്ന വിദേശത്തോട്ടാണ്. അതായത് ഇന്ത്യയുടെ ടാലൻറ്റ് മുഴുവൻ ഈ റിസർവേഷൻ്റെ കാരണം കൊണ്ട് ഇവിടെ അഡ്മിഷൻ കിട്ടുന്നില്ല, ഇവിടെ ജോലി കിട്ടുന്നില്ല. അവർ നേരെ വിദേശത്തോട്ട് പോകും. ഇതിലെല്ലാം കാരണം ഈ റിസർവേഷനാണ്. നിങ്ങൾ റിസർവേഷനെ പറ്റി പഠിച്ചാലേ മനസ്സിലാവത്തുള്ളൂ. അതിൻ്റെ കാരണക്കാരായ റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇത് മുന്നോട്ട് പോകുന്ന ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മുമ്പോട്ട് കുതിക്കുമ്പോൾ ഇത് മാറ്റിയേ മതിയാകും. അതാണ് ഈ കോൺഗ്രസ് ഈ കാസ്റ്റ് സെൻസസ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് പുറകെ നടക്കുമ്പോൾ അവരുടെ ഉദ്ദേശം കാസ്റ്റും മതവും ഒക്കെ വെച്ചങ്ങ് വിഘടിപ്പിച്ച് ഏതെങ്കിലും രീതിയിൽ എങ്ങനെയും അധികാരത്തിൽ വരണം. ഇനി മുനമ്പൻകാരും BJP എതിർക്കുകയും ചെയ്ത പല ക്രൈസ്തവരും മനസ്സിലാക്കണം, ഇന്ത്യയുടെ നന്മ മാത്രമാണ് മോദിയാണെങ്കിലും BJP നോക്കി കാണുന്നത്. ഇന്ത്യയിൽ മതവിഘടനവാദം, ജാതി തീവ്രവാദം, ഈ സംഭവങ്ങളുണ്ടാക്കി ഇന്ത്യയെ നശിപ്പിക്കാൻ, ഇന്ത്യയുടെ ലാൻഡ് പോലും തകർക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് പാർട്ടി കൃത്യമായിട്ടങ്ങ് പറയാം, അവരെ ഒറ്റപ്പെടുത്തേണ്ട കേരളത്തിലെ ജനങ്ങളുടെയും കൊണ്ട് ആവശ്യമാണ്. എന്താണ് മുനമ്പത്ത് സംഭവിച്ചത്? എന്തായിരുന്നു കോൺഗ്രസ് പാർട്ടി എൻ്റെ നേതാക്കളും ചെയ്തത്? അവിടെ വന്ന് കാണിച്ച മുഴുവൻ ഡ്രാമയായിരുന്നു. ഇപ്പുറത്തുകൂടെ അവർ ലീഗിനെ മറ്റുള്ളവർക്ക് ഇത് നടത്തിക്കൊള്ളാൻ പറഞ്ഞു. എന്തുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിൻ്റെ പല നേതാക്കളും രാജ്യസഭയിൽ പ്രശ്നമുണ്ടായ സമയത്ത് എന്തുകൊണ്ടാണ് വഖഫ് ബില്ലിനെ എതിർത്തത്? ഇത് ചോദിക്കാൻ കേരളത്തിലെ ക്രൈസ്തവരും ഹിന്ദുക്കളും തയ്യാറാകണം. കാരണം നിങ്ങളെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത്. അതായത് ഒരു മത തീവ്രവാദ ഗ്രൂപ്പിനെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കിയെടുത്ത സംഭവം അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഏതായാലും നല്ലത് മാത്രമാണ് സംഭവിക്കുന്നത്. അതൊരു നല്ല ഇന്ത്യക്ക് വേണ്ടി ആകട്ടെ. അതായത് മതത്തിന് വേണ്ടി വഖഫിന് ഇത്ര ലക്ഷം ലാൻഡ് അതിനനുകൂലമായിട്ട് പറയുന്നു, അതിനനുകൂലമായിട്ട് സംഭവം നടക്കുന്നു. ഇതോടുകൂടി ഇതിനൊരു തീർപ്പായി. ഇതേപോലെ തന്നെ റിസർവേഷൻ്റെ കാര്യത്തിലും ഇതേപോലെ തന്നെ പല സ്കീംസും ഇവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞു തന്നെ കൊടുക്കണം. എന്തിനാണ് ഈ സ്കീം, എന്തിനു വേണ്ടിയാണ് സ്കീം? മത തീവ്രവാദവും ഭീകരതയും വളർത്തുന്ന രീതിയിൽ ഒരു സ്കീമും ഇന്ത്യയിൽ ഒരു കൂട്ടർക്കും കൊടുക്കരുത്. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടി മാത്രമേ സ്കീം കൊടുക്കാവൂ, ജോലി കൊടുക്കാവൂ, എഡ്യൂക്കേഷൻ കൊടുക്കാവൂ. ഇന്ത്യയെ ഏതെങ്കിലും രീതിയിൽ താറുമാറാക്കുകയും ചെയ്യുന്ന പാകിസ്ഥാനോട് കൂടുതൽ സ്നേഹം കാണിക്കുന്നവരെ ഒഴിച്ചു നിർത്തുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ പോളിസിയായിട്ട് തന്നെ ഏറ്റെടുക്കണം. അതിനെ എതിർക്കുന്ന ഏതെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിൽ ആ ഗവൺമെൻറ് തളയ്ക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം കേരളത്തിലെ ജനങ്ങളും ചിന്തിക്കേണ്ടത്.